മൂന്ന് ഫ്രണ്ട്സിന് അവരുടെ 10th സ്കൂൾ ട്രിപ്പ് എന്ന് വന്നിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. സ്കൂൾ ട്രിപ്പ് എന്നല്ല, അവർ നിന്നിട്ടുള്ള ഹോട്ടൽ റൂമിൽ നിന്നാണ് അവർക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. നമ്മുടെ കഥയിലെ ക്യാരക്ടേഴ്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഹിബ, റെന, ദാന, ഈ മൂന്നാൾക്കാരാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഹിബയും ദാനയും റെനയും കൂടാണ്ട് മൂന്നാൾക്കാരും കൂടിയുണ്ട് ഇവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ. ഓക്കെ, ഈ കഥ നടക്കുന്നത് കഴിഞ്ഞ നവംബർ 10-11 ഡേറ്റിനാണ്. 2 ഡേയ്സിന് മൈസൂരിക്കാണ് ഇവർ ട്രിപ്പ് പോയിട്ടുള്ളത്. അങ്ങനെ 10ാം തീയതി ഇവരുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇവർ ഈ ഹോട്ടൽ റൂമിക്ക് ചെക്ക് ഇൻ ചെയ്ത്. ടീച്ചേഴ്സ് പറഞ്ഞ് 4 റൂം ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ്ട് 4 കുട്ടികളെ വീതം ഓരോ റൂമിൽ എന്നുള്ള രീതിക്ക് അലൊക്കേറ്റ് ചെയ്തിനാണ്ട് ടീച്ചേഴ്സ് പോയി. അങ്ങനെ ഈ 6 ആൾക്കാരിൽ 4 ആൾക്കാർ ഒരു റൂമിലും 2 ആൾക്കാർ ഇവരുടെ ക്ലാസ്സിൽ തന്നെ വേറെ 2 കുട്ടികളുടെ കൂടെ ആയി. അങ്ങനെ എന്തായാലും ഈ 2 ആൾക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ, ബാക്കി 4 ആളൊപ്പാണ്. അങ്ങനെ ഇവരാകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ ഒപ്പം ബാക്കി 2 ആൾക്കാരുണ്ടാവുമല്ലോ ഈ റൂമിൽ. ആ 2 ആൾക്കാരുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് അവർക്ക് പോകണം എന്ന് പറഞ്ഞാണ്ട് ഇവര് ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി. ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഈ റൂമിലേക്ക് പോകണം, ഞങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് കുറെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, എന്നാ ഓക്കെ, നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നിന്നോളി, ബാക്കി 6 ആളുണ്ടല്ലോ, അങ്ങനെ 3 ആൾ അതിനാണ്ട് ഈ റൂം ഷെയർ ചെയ്തോളി എന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ടീച്ചേഴ്സ് അടുത്തടുത്ത് തന്നെയുള്ള റൂം 102ഉം 103ഉം അടുത്തടുത്ത് തന്നെ ഇവർക്ക് റൂം കൊടുത്ത്. അതിൽ 102ലാണ് നമ്മളെ ഹിബയും ദാനയും റെനയും നിൽക്കുന്നത്. അങ്ങനെ റൂം കയറി റെന ആദ്യം കുളിക്കാൻ പോയി. ദാന ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഹിബ പോയിനാണ്ട് വിൻഡോസ് എല്ലാം തുറന്നിട്ടിട്ടാണ് ഉള്ളത്. അതിങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ജനൽ മാത്രം അടക്കാൻ പറ്റുന്നില്ല. അതിലൂടെ നോക്കുമ്പോൾ പുറത്ത് വലിയൊരു പറമ്പ് കണക്കിന് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഇവൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് എവിടുന്നോ ഒരു സഡൻ ആയിട്ട് ഒരു പേടി ഇങ്ങനെ വരുന്നുണ്ട്. ആരോ വാച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ തോന്നുമല്ലോ, ആരും കാണുന്നൊന്നുമില്ല. അങ്ങനെ എന്തോ ഒരു സഡൻ ആയിട്ട് നെഗറ്റീവ് തൊട്ട് വന്ന് അങ്ങനെ കുറച്ചേരം ഇവൾ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇവള് ഇവരോടൊക്കെ പറഞ്ഞ വിൻഡോ ക്ലോസ് ആവുന്നില്ല, തൽക്കാലം നമുക്ക് കർട്ടൻ ക്ലോസ് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞിട്ട് കർട്ടൻ ക്ലോസ് ചെയ്തിട്ട് ഇവള് ബെഡ് പോയിരുന്നേ. അങ്ങനെ ഇവർ ഓരോരുത്തർ പോയിനാണ്ട് ഫ്രഷ് ആയി കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും ബെഡിൽ ഇങ്ങനെ ഇരുന്ന് സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ 102ലുള്ള, അവർ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് കുറെ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് വരുന്നാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ആ വായോ, ഇവിടെ എത്തിയിട്ട് ഡോർ തുറക്കാനാകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അത് പറഞ്ഞങ്ങ് കോള് കട്ട് ചെയ്തതും പെട്ടെന്ന് തന്നെ ഡോറിൽ ആരോ നോക്ക് ചെയ്തു, ഇങ്ങനെ തട്ടിയോണ്ട് നിൽക്കുന്ന. അപ്പൊ ഇവർക്ക് എന്തോ പോലെയായി, കാരണം ഇവര് കോള് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ടൈം ആയിട്ടില്ല. ഇപ്പൊ ഫോൺ എടുത്തിനാണ്ട് ഇവരെ വിളിച്ചിട്ടുണ്ട് ഡോർ തുറക്കട്ടേന്ന് ചോദിച്ച്. അപ്പൊ ഒരു പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഡോർ ലോക്ക് ആക്കുന്നുള്ളൂ, വെയിറ്റ് ആക്ക്, വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇവരിങ്ങനെ ഷോക്കായേ. അപ്പൊ ആരെ ഇവിടെ തട്ടിയത് എന്നുള്ളത്. എന്നാലും വലിയ കാര്യം ആക്കിയില്ല, കാരണം ഇവരുടെ ഡോറിന്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു അവിടുന്ന് കാണാൻ പറ്റും, കാരണം ഓരോരുടെ റൂമിന്റെ മുന്നിൽ നിന്ന് ഡോറ് ലോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റൊരു വന്ന് ഇവര് ഡോറൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാരും കുറേയേറെ സംസാരിച്ചിരുന്ന് ഒരു മണി 1:30 ഒക്കെ ആയപ്പോ ഇവരുടെ റൂമിൽ തന്നെ കിടക്കാൻ പോയി. അങ്ങനെ ഇവര് പോയേക്കന്നെ ഇവര് 3 ആളും കടന്ന്. ആൻഡ് ഇതിൽ ദാനക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ആള് റൂമിൽ ചെക്ക് ഇൻ ചെയ്ത ടൈം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നടുവിലാണ് കിടക്കുക, നിങ്ങൾ 2 ആളും 2 സൈഡിൽ കിടന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ ദാന നടുക്ക് കടന്ന് ബാക്കി 2 ആളും 2 സൈഡിലായിട്ട് കിടന്ന്. ഇങ്ങനെ കിടന്ന പാടെ റെന ഉറങ്ങി. ഹിബ ആണെങ്കിൽ ദാനനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ദാന പേടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ ഹിബ കാഞ്ചനയിലെ BGM ഫുൾ വോള്യത്തിൽ പ്ലേ ആക്കിനാണ്ട് ഇവളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്.